RRB ക്ലർക്ക് PO എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൈപ്പ് ആൻഡ് സിസ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഈ പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ടൈം ആൻഡ് വർക്കിൻ്റെ പ്രോബ്ലംസ് ഒക്കെ പഠിച്ചിരുന്നു. സെയിം കോൺസെപ്റ്റ് തന്നെയാണ് പൈപ്പ് ആൻഡ് സിസ്റ്റൻസിൽ വരിക. ഇവിടെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ടോട്ടൽ കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക് ആയിരിക്കും എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. A, B and C are three inlet pipes. Time taken by A and B together to fill half of the tank is same as time taken by pipe C alone to fill 1/6 of the tank. If A, B and C together can fill the tank in 9 hours, then find the time taken by pipe C alone to fill the tank. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അങ്ങ് എടുത്തെഴുതാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, എയും ബിയും സിയും ഇൻലെറ്റ് പൈപ്പ്സ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഔട്ട്ലെറ്റ് പൈപ്പ്സ് ഒന്നുമില്ല. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്, ടൈം ടേക്കൺ ബൈ എ ആൻഡ് ബി ടുഗദർ ടു ഫിൽ ഹാഫ് ഓഫ് ദ ടാങ്ക്. അതായത് എയ്ക്കും ബിക്കും ടാങ്കിൻ്റെ ഹാഫ് ഫില്ല് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? ടൈം ടേക്കൺ ബൈ പൈപ്പ് സി എലോൺ ടു ഫിൽ 1/6 ഓഫ് ദ ടാങ്ക്. സി എലോണിന് ഒറ്റയ്ക്ക് ടാങ്കിൻ്റെ 1/6 ഫില്ല് ചെയ്യുന്നതിനോട് ഈക്വലാണ്. ഇവിടെ നിന്ന് നമുക്ക് എ പ്ലസ് ബി ഈസ് ടു സി, ഇതിൻ്റെ രണ്ടിൻ്റെയും എഫിഷ്യൻസിയുടെ റേഷ്യോ കണ്ടുപിടിക്കാമല്ലോ. അപ്പം എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ സി ഈസ് ഈക്വൽ ടു 1/6 ഡിവൈഡഡ് ബൈ 1/2 എന്ന് എഴുതത്തില്ലേ? ഈ 2ഉം ഈ 6ഉം ക്യാൻസൽ ആയി കഴിയുമ്പം വിച്ച് ഇംപ്ലൈസ് എ പ്ലസ് ബി ബൈ സി ഈസ് ഈക്വൽ ടു 3/1 എന്ന് കിട്ടും. അതായത് എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി 3ഉം സിയുടെ എഫിഷ്യൻസി 1 എന്നും കിട്ടി. നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് സിക്ക് ഒറ്റയ്ക്ക് ഈ ടാങ്ക് ഫുള്ള് ഫില്ല് ചെയ്യാൻ എത്ര ടൈം എടുക്കുമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടാങ്കിൻ്റെ കപ്പാസിറ്റി നമുക്കറിയണം. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഹിൻഡ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എയ്ക്കും ബിക്കും സിക്കും ഒരുമിച്ച് 9 hours ടാങ്ക് ഫില്ല് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പം എ പ്ലസ് ബി പ്ലസ് സിയുടെ എഫിഷ്യൻസി ഇപ്പം നമുക്ക് കിട്ടിയില്ലേ? എഫിഷ്യൻസി ഓഫ് എ പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു ഈ 3ഉം ഈ 1ഉം കൂടെ ആഡ് ചെയ്യുന്നത് 3 + 1 ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടി. അപ്പോൾ പിന്നെ കപ്പാസിറ്റി ഓഫ് ദ ടാങ്കിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക് എന്ന് പറയുന്നത് ഈ ടൈം ഇൻറ്റു എഫിഷ്യൻസി വിച്ച് ഈസ് ഈക്വൽ ടു 36 ലിറ്റർ ആണെന്ന് കിട്ടിയില്ലേ? ഇനി നമുക്ക് സി ഒറ്റയ്ക്ക് എത്ര നേരം കൊണ്ട് ടാങ്ക് ഫില്ല് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ടോട്ടൽ കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി ഓഫ് സി എത്രയാണ്? 1 വിച്ച് ഈസ് ഈക്വൽ ടു 36 hours. 36 hours എടുക്കും ഈ സി ഒറ്റയ്ക്ക് ഈ 36 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ടാങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് 2 മെത്തേഡിൽ സോൾവ് ചെയ്യാൻ പറ്റും. ഞാൻ 2 മെത്തേഡും പറയാം, കുറച്ച് ശ്രദ്ധിച്ചിരിക്കുക. അപ്പം ക്വസ്റ്റ്യനിലേക്ക് പോകാം. Pipe P can fill the tank in 3.60 minutes and the efficiency of pipe Q is twice the efficiency of pipe P. If the time taken by pipes Q and R to fill and empty the tank is 1.2A and 1.8A respectively, then find the time taken by pipes P, Q and R together to fill half of the tank. അപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെ എടുത്തെഴുതാം. പിക്ക് 3.60 minutes വേണം ഒരു ടാങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഈ പിയുടെ എഫിഷ്യൻസി അല്ലെങ്കിൽ ഈ ക്യൂവിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് പിയുടെ എഫിഷ്യൻസിയുടെ ട്വൈസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം എഫിഷ്യൻസിയും ടൈമും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണെന്ന്. അതായത് എഫിഷ്യൻസി കൂടുന്തോറും ഒരാൾ എന്തുമാത്രം എഫിഷ്യൻ്റ് ആണോ അത്രയും പെട്ടെന്ന് അയാൾക്ക് ആ പണി ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ എഫിഷ്യൻസി കൂടുന്തോറും ടൈം കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്കിവിടെ സോൾവ് ചെയ്യാം. അപ്പോൾ അതിനു മുമ്പ് ഇവിടെ തന്നിട്ടുണ്ട് ക്യൂവിന് ഒറ്റയ്ക്ക് 1.2A ടൈമിൽ ടാങ്ക് ഫില്ല് ചെയ്യാൻ പറ്റുമെന്നും ആറിന് ഒറ്റയ്ക്ക് 1.8A ടൈമിൽ ടാങ്ക് എംറ്റി ചെയ്യാൻ പറ്റുമെന്നും. അപ്പോൾ ഇവിടെ ഞാൻ എംറ്റി ആയതുകൊണ്ട് ഒരു മൈനസ് ഓർത്തിരിക്കാൻ, ഔട്ട്ലെറ്റ് പൈപ്പ് ആണെന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ഒരു മൈനസ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഈ എയിനെ രണ്ടും ഇൻ ടേംസ് ഓഫ് ടിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട് ക്യൂവിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് പിയുടെ എഫിഷ്യൻസിയുടെ ഇരട്ടിയാണ്. അതായത് ക്യൂ ചെയ്യാൻ എടുക്കുന്ന എത്ര ടൈമാണോ ആ ടൈമിൻ്റെ ഹാഫ് ടൈമേ പി ചെയ്യാൻ എടുക്കുന്ന എത്ര ടൈമാണോ ആ ടൈമിൻ്റെ ഹാഫ് ടൈമേ ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുകയുള്ളൂ. അതായത് ക്യൂവിൻ്റെ ടൈം എന്ന് പറയുന്നപ്പോൾ നമുക്ക് എന്തെന്ന് എഴുതാം? 3.60 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? വിച്ച് ഈസ് ഈക്വൽ ടു 1.8T. അതായത് ഈ ക്യൂവിന് 1.8T ടൈമിൽ ആ ടാങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം ഈ പിയുടെ എഫിഷ്യൻസിയുടെ ട്വൈസ് ആണ് ക്യൂവിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇവിടെ നിന്നും സൈഡിലേക്ക് എഴുതാം
നമുക്ക് ഇവിടെ നിന്നും ഈ 1.2 a is equal to 1.8 t, which implies a is equal to 1.8 divided by 1.2, t is equal to എത്ര വരും? 1.5 t എന്ന് വരും. അതായത് a എന്ന് പറയുന്നത് 1.5 tനോട് ഈക്വൽ ആണ്. അത് വെച്ച് നമുക്ക് ഇവിടെ ആൻസർ സോൾവ് ചെയ്യും. ഇവിടുത്തെ ഈ എക്ക് നമുക്ക് ടിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. which is equal to 1.8 into 1.5 is equal to നെഗറ്റീവ് കൊടുക്കാം, ഔട്ട്ലെറ്റ് പൈപ്പ് ആയതുകൊണ്ട്. 1.8 into 1.5 ചെയ്യുമ്പം -2.7 t എന്ന് വരും. ഓക്കെ, അപ്പം ഇവിടെ എല്ലാം ഇൻ ടേംസ് ഓഫ് ടിയിൽ കിട്ടി. 2.7 ഇൻ ടേംസ് ഓഫ് ടിയിൽ കിട്ടി. ഇനി നമുക്ക് ടോട്ടൽ കപ്പാസിറ്റി കണ്ടുപിടിക്കാമല്ലോ. അപ്പം ടോട്ടൽ കപ്പാസിറ്റി കണ്ടുപിടിക്കാം. ടോട്ടൽ കപ്പാസിറ്റി കണ്ടുപിടിക്കാനായിട്ട് LCM ഓഫ് 3.6, 1.8, 2.7 പോയിന്റ് ഇല്ലാതെ കണ്ടുപിടിച്ചിട്ട് പോയിന്റ് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ LCM കണ്ടുപിടിക്കുമ്പം 10.8 t എന്ന് വരും. നിങ്ങൾ കണ്ടുപിടിച്ച് നോക്കിയാൽ മതി. അപ്പം ഇതിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 10.8 t എന്ന് വരും. ഇനി നമുക്ക് എഫിഷ്യൻസി, ഓരോന്നിൻ്റെ എഫിഷ്യൻസി ഇനി സിമ്പിളായിട്ട് കണ്ടുപിടിക്കാമല്ലോ. ഈ പിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 10.8 ഡിവൈഡ് ബൈ 3.6 ഇസ് ഈക്വൽ ടു 3 എന്ന് വരും. ക്യൂവിൻ്റെ എഫിഷ്യൻസി അതുപോലെ തന്നെ ചെയ്യുമ്പം 6 എന്ന് വരും. ആറിൻ്റെ എഫിഷ്യൻസി 4 എന്ന് വരും. അപ്പോൾ P പ്ലസ് ക്യൂ മൈനസ് ആർ, P പ്ലസ് ക്യൂ മൈനസ് ആർ, ഇത് ഇൻലെറ്റ് പൈപ്പ്, ഇത് രണ്ടും ഇൻലെറ്റ് പൈപ്പ്, ഇത് ഔട്ട്ലെറ്റ് പൈപ്പ്, വിച്ച് ഇസ് ഈക്വൽ ടു 6 + 3 9 - 4 ഇസ് ഈക്വൽ ടു 5 എന്ന ആൻസർ വരും. ഇനി നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് പിനും ക്യൂവിനും ആറും ഒരുമിച്ച് ഓപ്പൺ ചെയ്താൽ ഈ ടാങ്കിൻ്റെ ടോട്ടൽ കപ്പാസിറ്റിയുടെ ഹാഫ് എത്ര നേരം കൊണ്ട് ഫില്ല് ചെയ്യാൻ പറ്റും? ഹാഫ് ഓഫ് ദ ടാങ്ക്. അപ്പോൾ ഹാഫ് ഓഫ് ദ ടാങ്ക് എന്ന് പറയുന്നത് 10.8 ഡിവൈഡ് ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു 5.4 ആണ്. അപ്പോൾ ഈ 5.4 എത്ര നേരം കൊണ്ട് ഫില്ലാകും എന്നറിയാൻ 5.4 ഡിവൈഡഡ് ബൈ P പ്ലസ് ക്യൂ മൈനസ് ആറിൻ്റെ എഫിഷ്യൻസി 5 വിച്ച് ഇസ് ഈക്വൽ ടു 1.08 t. ഇത്രയും ടൈമും കൊണ്ടാണ് ഈ 3 പേര് ഈ ടാങ്കിൻ്റെ ഹാഫ് ഫില്ല് ചെയ്യുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് മെത്തേഡിലേക്ക് നോക്കാം. ഇതാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. പക്ഷേ ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് വന്നാൽ വേറൊരു അപ്രോച്ചും കൂടി ഉണ്ട്, അതുകൂടെ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ രണ്ടാമത്തെ മെത്തേഡിൽ ചെയ്യുമ്പം ഈ 3.16 തൽക്കാലത്തേക്ക് അങ്ങ് ഒഴിവാക്കുക. എന്നിട്ട് ഇവിടെ നമുക്ക് P Q R, ക്യൂവിന് 1.2 ടൈമും ആറിന് 1.8 ടൈമും ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് 6ൻ്റെ മൾട്ടിപ്പിൾസ് ആണെന്നല്ലേ. അപ്പോൾ ഈ പോയിന്റ് പോകാൻ വേണ്ടിയിട്ട് ഈ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇവിടെ 0.2 എന്നും 0.3 എന്നും വരും. അപ്പോൾ പോയിന്റ് കളയാൻ വേണ്ടിയിട്ട് ഒരു 10 വെച്ച് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുവാണ്. അപ്പം ഇവിടെ ഒരു 2a എന്നും ഇവിടെ ഒരു 3a എന്നും വരും. അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് ഇത് പ്ലസ്. അങ്ങനെയാണെങ്കിൽ ഈ ക്യൂവിൻ്റെ 2a വെച്ചിട്ട് ഈ പീനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ക്യൂവിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ട്വൈസ് ഓഫ് പിയുടെ എഫിഷ്യൻസിയാണ്. അപ്പോൾ പിയുടെ എഫിഷ്യൻസിയാണ്. അപ്പോൾ നമുക്ക് ഈ ക്യൂവിൻ്റെ ടൈമിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഈ ക്യൂ എടുക്കുന്ന ടൈമിൻ്റെ ഇരട്ടി ടൈം പി എടുക്കുമെന്ന് പറയത്തില്ലേ? അപ്പോൾ പിയുടെ ടൈമിനെ 4 എന്നും എടുക്കാൻ പറ്റും. ഇനി നമുക്കിതിൻ്റെ LCM കണ്ടുപിടിക്കാമല്ലോ. 4, 2, 3 ഇതിൻ്റെ LCM കണ്ടുപിടിക്കുമ്പം 12a എന്ന് വരും. അപ്പം ഈ 12 ആണ് ഈ ടാങ്കിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇവിടുന്ന് എഫിഷ്യൻസി കണ്ടുപിടിക്കാം. പിയുടെ എഫിഷ്യൻസി 12 ഡിവൈഡ് ബൈ 4 ഇസ് ഈക്വൽ ടു 3. ക്യൂവിൻ്റെ എഫിഷ്യൻസി വന്നിട്ട് 12 ഡിവൈഡ് ബൈ 2 ഇസ് ഈക്വൽ ടു 6. ആറിൻ്റെ എഫിഷ്യൻസി വന്നിട്ട് 12 ഡിവൈഡ് ബൈ 3 ഇസ് ഈക്വൽ ടു 4 എന്ന് വരും. അപ്പോൾ ടോട്ടൽ P പ്ലസ് ക്യൂ മൈനസ് ആറിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 5 എന്ന് വരും. ഇനി ഹാഫ് ഓഫ് ദ ടാങ്ക് ഫില്ല് ചെയ്യാൻ എടുക്കുന്ന ടൈം ആയതുകൊണ്ട് ഹാഫ് ഓഫ് ദ ടാങ്ക് എന്ന് പറയുന്നത് 6a. അപ്പോൾ ഈ 6a ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 5 എഫിഷ്യൻസിയിൽ എത്ര ടൈം എടുക്കുന്നു എന്നാണ് അറിയേണ്ടത്. അപ്പം 6a ഡിവൈഡഡ് ബൈ 5 വിച്ച് ഇസ് ഈക്വൽ ടു എയുടെ വാല്യൂ കണ്ടുപിടിക്കണം. എയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അതിന് നമുക്ക് ഈ 3.60 യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് ഈ 4a എന്ന് പറയുന്നത് 3.60 അല്ലേ. അപ്പോൾ ഇവിടെ നിന്നും ഈ എയുടെ വാല്യൂ ഇൻ ടേംസ് ഓഫ് ടിയിൽ കണ്ടുപിടിക്കത്തില്ലേ? ഇവിടെ സൈഡിലേക്ക് എഴുതുവാണെങ്കിൽ 3.60 is equal to 4a എന്ന് എഴുതാം, which implies
A is equal to 3.60 divided by 4 is equal to 0.9t. അപ്പോൾ ഈ 0.9 ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ 6 ഇൻറ്റു 0.9t ഡിവൈഡഡ് ബൈ 5 വിച്ച് ഇസ് ഈക്വൽ ടു which is equal to 5.4t divided by 5. ഇനി നിങ്ങൾക്കറിയോ ഈ 5നെ ഏതൊരു നമ്പറിനെയും 5 വെച്ച് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ആ നമ്പറിൻ്റെ ഇരട്ടി എടുക്കണം. ആ നമ്പർ ഇപ്പോൾ 54 ആണെന്ന് വിചാരിക്കുക. 54ൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് എത്രയാണ്? ട്വൈസ് എന്ന് പറയുന്നത് 108 അല്ലേ? 108 എഴുതിയിട്ട് ഒരു പോയിന്റ് ലെഫ്റ്റിലേക്ക് ഡോട്ട് ഇട്ടാൽ മതി. പക്ഷെ ഇവിടെ ഓൾറെഡി ഒരു ഡോട്ട് ഉള്ളത് കൊണ്ട് 2 പോയിന്റ് റൈറ്റിൽ നിന്ന് 2 പോയിന്റ് മാറി ഡെസിമൽ വരും. അപ്പം ആൻസർ 1.08t. 2 മെത്തേഡിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നിയത് ഇതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പോർഷൻ, ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ പി ഹിൻ്റ് എന്ന് പറയുന്നത്, ഈ പി എന്ന് പറയുന്നത് ക്യൂ എന്ന് പറയുന്നത് പിയുടെ എഫിഷ്യൻസിയുടെ ട്വൈസ് ആണെന്നുള്ളത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Next question. Pipes A and B together can fill a tank in 36 minutes and pipes A and C together can fill a tank in 30 minutes and the efficiency of pipe B is 25% less than that of pipe C. If pipe C and D together fill the tank in 45 minutes, then find the time taken by pipes B and D along to fill the whole tank. അപ്പം ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം എഴുതാം. എയുടെയും ബിക്കും ഒരുമിച്ച് 36 മിനിറ്റിൽ ടാങ്ക് ഫില്ല് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ എക്കും സിക്കും ഒരുമിച്ച് 30 മിനിറ്റ്സിൽ ടാങ്ക് ഫില്ല് ചെയ്യാൻ പറ്റും. എല്ലാം ഇൻലെറ്റ് പൈപ്പ്സ് ആണ്. പിന്നെ എഫിഷ്യൻസി ഓഫ് പൈപ്പ് ബി എന്ന് പറയുന്നത് 25% ലെസ് ദാൻ ദാറ്റ് ഓഫ് പൈപ്പ് സി. അപ്പം പൈപ്പ് സിയുടെ എഫിഷ്യൻസി 100 എന്ന് എടുക്കുകയാണെങ്കിൽ ബിയുടെ എഫിഷ്യൻസി എത്രയായിരിക്കും? 75. അതായത് 4:3 ആയിരിക്കും ബിയുടെയും സിയുടെയും എഫിഷ്യൻസി റേഷ്യോ എന്ന് പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. അടുത്ത കാര്യം തന്നിരിക്കുന്നത് ഇഫ് പൈപ്പ് സി ആൻഡ് ഡി ടുഗദർ ക്യാൻ ഫിൽ ദ ടാങ്ക് ഇൻ 45 മിനിറ്റ്സ്. അപ്പം സി പ്ലസ് ഡിക്ക് 45 മിനിറ്റ്സിൽ ടാങ്ക് ഫിൽ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മൂന്നിൻ്റെയും LCM എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക് കിട്ടുമല്ലോ. അപ്പം LCM എടുക്കുമ്പം 36ഉം 30 45ൻ്റെ LCM എടുക്കുമ്പോൾ നമുക്ക് 180 കിട്ടും. ഇത് 180 കിട്ടിയ ഇവരുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കാമല്ലോ. 180 ഡിവൈഡ് ബൈ 36 എത്രയാണ്? 5. 5 ആണ് എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി. എ പ്ലസ് സിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 180 ഡിവൈഡ് ബൈ 3 ഈക്വൽ ടു 6. സി പ്ലസ് ഡിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 180 ഡിവൈഡ് ബൈ 45 ഇസ് ഈക്വൽ ടു 4. ഇനി നമുക്ക് ബിയുടെയും സിയുടെ എഫിഷ്യൻസി അറിയാം. ബിയുടെ എഫിഷ്യൻസി 3, സിയുടെ എഫിഷ്യൻസി 4. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന ബി പ്ലസ് ഡി, ബിക്കും ഡിക്കും ഒരുമിച്ച് എത്ര ദിവസം കൊണ്ട് എത്ര ടൈം എടുത്ത് ടാങ്ക് ഫില്ല് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ബിയുടെ എഫിഷ്യൻസി ഓൾറെഡി 3 ആണെന്നറിയാം. ഇനി ഡിയുടെ എഫിഷ്യൻസിയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ടോട്ടൽ കപ്പാസിറ്റീനെ ഈ എഫിഷ്യൻസി വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് കിട്ടേണ്ട ടൈം കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡിയുടെ എഫിഷ്യൻസി അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് സി പ്ലസ് ഡിയുടെ എഫിഷ്യൻസി 4 ആണെന്നറിയാം. അതുപോലെ തന്നെ സിയുടെ എഫിഷ്യൻസി 4 ആണെന്നറിയാം. എന്ന് വെച്ചാൽ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഡിക്ക് അവിടെ എഫിഷ്യൻസി ഇല്ല, ഡിക്ക് 0 എഫിഷ്യൻസിയാണ്. അപ്പോൾ നമുക്ക് ഈ 180 ഡിവൈഡഡ് ബൈ ബി പ്ലസ് ഡിയുടെ എഫിഷ്യൻസി എത്രയാണ്? 3 ഇസ് ഈക്വൽ ടു 60 മിനിറ്റ്സ്. ഈ 60 മിനിറ്റ്സ് ആണ് ഈ 3 ടാങ്ക്സിനും കൂടെ ഒരുമിച്ച്, ഈ 2 ടാങ്ക്സിനും കൂടെ ഒരുമിച്ച് ഈ ടാങ്ക് ഫില്ല് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത്. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. The ratio of the efficiency of pipe A and B is 2:1 and the pipe B alone fills the tank in 24 minutes. If the ratio of the time taken by pipes A and B together filling 3/4 of the tank to pipe C alone to empty half of the tank is 2:3, then find the time taken by all pipes together to fill the tank. ഇവിടെ നമുക്ക് എയുടെയും ബിയുടെയും എഫിഷ്യൻസി തന്നിട്ടുണ്ട്.
എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 2ഉം ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 1ഉം ഈ ഒരു റേഷ്യോയിലാണ്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ബിക്ക് ഒറ്റയ്ക്ക് 24 മിനിറ്റ്സിൽ ഈ ടാങ്ക് ഫില്ല് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ പറ്റി. ഈ 1 × 24 = 24 ലിറ്റർ ആണ് ഈ ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് മനസ്സിലായി. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇഫ് ദ റേഷ്യോ ഓഫ് ദ ടൈം ടേക്കൺ ബൈ പൈപ്സ് എ ആൻഡ് ബി ടുഗദർ ടു ഫിൽ 3/4 ഓഫ് ദ ടാങ്ക്. അതായത് എയ്ക്കും ബിക്കും 3/4 ഓഫ് ദ ടാങ്ക് എന്ന് പറയുമ്പം 3/4 × 24 = 18. 18ഉം എ ആൻഡ് ബി ടുഗദർ ടു ഫിൽ 3/4 ഓഫ് ദ ടാങ്ക്. ഓക്കെ, ഇത് 18 ഇതിവിടെ വെക്കട്ടെ. ടു pipe C alone to empty the half of the tank is 2:3. അപ്പം സി എന്ന് പറയുന്നത് നെഗറ്റീവ് ഔട്ട്ലെറ്റ് പൈപ്പാണ്. ഇനി സിക്ക് ഒറ്റയ്ക്ക് ഓക്കെ ഈ 3/4 അതായത് 18 ലിറ്റർ എയ്ക്കും ബിക്കും ഒരുമിച്ച് 18 ലിറ്റർ ഫില്ല് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് സിക്ക് ഒറ്റയ്ക്ക് empty ചെയ്യാൻ എടുക്കുന്ന ടൈമും തമ്മിലുള്ള റേഷ്യോ ആണ് തന്നിരിക്കുന്നത് 2:3 എന്ന്. കുറച്ച് നീറ്റായിട്ട് എഴുതാം. ഇവിടെ എയ്ക്കും ബിക്കും ഒരുമിച്ച് 3/4 ഓഫ് ദ ടാങ്ക് അതെന്ന് പറയുന്നത് 18 ലിറ്റർ. ഇതെന്ന് പറയുന്നത് ഒരു കപ്പാസിറ്റി അല്ലേ, അതായത് കപ്പാസിറ്റി ഇതെന്ന് പറയുന്നത് റേഷ്യോ തന്നിരിക്കുന്ന 2. അപ്പം ഞാൻ ഒരു 2x എടുക്കുക. ഈ 2x ആണ്. അതുപോലെ തന്നെ സി കൊറ്റയ്ക്ക് ഹോൾ ടാങ്ക് അല്ല, ഹാഫ് ഓഫ് ദ ടാങ്ക് 24ൻ്റെ ഹാഫ് എത്രയാ, 12 ലിറ്റർ. ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3x ടൈം. ഇതാണ് റേഷ്യോ തന്നിരിക്കുന്നത്. ഇതിവിടെ എന്തിനാ തന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഈ എക്സിൻ്റെ വാല്യൂ, ഇവിടെ നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഇവിടെ എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി നമുക്കറിയാം 2 + 1 = 3 ആണെന്ന് നമുക്കറിയാം. ഇനി നമുക്ക് സിയുടെ എഫിഷ്യൻസി അറിയില്ല. ഈ സിയുടെ എഫിഷ്യൻസിയും കൂടെ ഉണ്ടെങ്കിൽ 3 ടാങ്കും ഒരുമിച്ച് ഓപ്പൺ ചെയ്ത് കഴിയുമ്പം എത്ര ടൈം കൊണ്ട് ഫില്ല് ആകുമെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സിയുടെ എഫിഷ്യൻസി നമുക്കിവിടെ കണ്ടുപിടിക്കണമെങ്കിൽ ഈ എക്സിൻ്റെ വാല്യൂ അറിഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സിയുടെ എഫിഷ്യൻസി സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ 80 ലിറ്റർ എന്ന് പറയുന്നത് എ പ്ലസ് ബി ഒരുമിച്ച് എത്ര ടൈം കൊണ്ട് ഫില്ല് ചെയ്യും, 18 / എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി 3 = 6 കൊണ്ട് ഇത് ഫില്ല് ചെയ്യത്തില്ലേ, മിനിറ്റ് ആണോ, 6 മിനിറ്റ് കൊണ്ട് ഇത് ഫില്ല് ചെയ്യത്തില്ലേ. അപ്പോൾ ഈ 6 മിനിറ്റ് എന്ന് പറയുന്നത് ഇവിടെ 2x ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എക്സിൻ്റെ വാല്യൂ നമുക്ക് ഇവിടുന്ന് 3 എന്ന് കിട്ടി. അതായത് ഈ സിക്ക് ഹാഫ് ഓഫ് ദ ടാങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് 3 × 3 = 9 മിനിറ്റ് എടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഫുൾ ടാങ്ക് ഫില്ല് ചെയ്യാനോ, ഫുൾ ടാങ്ക് 24 ലിറ്റർ ഫില്ലല്ല എംറ്റി ചെയ്യാനാണ്. എംറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ടൈം എടുക്കും, ഈ 9 × 2 = 80 മിനിറ്റ്സ് എടുക്കത്തില്ലേ. അപ്പം നമുക്കിവിടെ 18 മിനിറ്റ്സ് കൊണ്ട് ഹോൾ ടാങ്ക് അത് എംറ്റി ചെയ്യുമെന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് സിയുടെ എഫിഷ്യൻസി എത്ര എന്ന് പറയാൻ പറ്റും, 24 / ടൈം ടേക്കൺ 18. ഇതാണ് സിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇത് നമുക്ക് കട്ട് ചെയ്ത് കഴിയുമ്പം ഇവിടെ നമുക്ക് 4/3 എന്ന് എഴുതാം അല്ലേ. 4/3 ആണ് സിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇനി എ പ്ലസ് ബി മൈനസ് സിയുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കാമല്ലോ. എത്രയാ, എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി 3, സിയുടെ എഫിഷ്യൻസി 4/3. മൈനസ് ചെയ്യുന്നത് സി ഔട്ട്ലെറ്റ് പൈപ്പ് ആയതുകൊണ്ട് = 5/3 അല്ലേ. 5/3 എന്ന് പറയുന്നതാണ് സിയുടെ എഫിഷ്യൻസി എന്ന് കിട്ടി. ഇനി നമുക്ക് സിയുടെ എഫിഷ്യൻസി അല്ല, എ പ്ലസ് ബി മൈനസ് സിയുടെ എഫിഷ്യൻസി എന്ന് കിട്ടി. ഇനി നമുക്ക് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 24 / ഇതിൻ്റെ എഫിഷ്യൻസി 5/3 ചെയ്താൽ പോരെ, = ഈ 3 മുകളിലേക്ക് വരുമ്പം 72 / 5 = 14.4 മിനിറ്റ് എന്ന് കിട്ടും. ഇവിടെ ഇത്രേ ചെയ്തുള്ളൂ. ഇവിടെ ആദ്യം നമ്മൾ എയുടെയും ബിയുടെയും എഫിഷ്യൻസിയുടെ റേഷ്യോ എഴുതി. ഇവിടെ ബിയുടെ ടൈം തന്നിട്ടുള്ളതുകൊണ്ട് കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ പറ്റി. അപ്പോൾ നമുക്ക് എ പ്ലസ് ബിയുടെ എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി കിട്ടി. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 3/4 ഓഫ് ദ കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക് എന്ന് പറയുന്നത് 2x ടൈം കൊണ്ട് ഫില്ല് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എ പ്ലസ് ബി
എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി അറിയാവുന്നത് കൊണ്ട് എക്സിൻ്റെ വാല്യൂ നമുക്ക് അവിടെ നിന്നും 3 എന്ന് കിട്ടി. അതുപോലെ തന്നെ സിക്ക് ടാങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് 3x ടൈം എടുക്കുമെന്നാണ് പറഞ്ഞത്. അവിടെ നമ്മൾ ആ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുമ്പം സി ഹാഫ് ഓഫ് ദ ടാങ്ക് എം ടി ചെയ്യാൻ വേണ്ടി 9 മിനിറ്റ് എടുക്കും എന്ന് കിട്ടി. അപ്പോൾ പിന്നെ ഫുൾ ടാങ്ക് എം ടി ചെയ്യാൻ വേണ്ടിയിട്ട് 9 × 2 = 18 മിനിറ്റ്സ് എന്ന് കിട്ടി. അപ്പോൾ അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പം സിയുടെ എഫിഷ്യൻസി നമുക്ക് 4/3 എന്ന് കിട്ടും. അപ്പോൾ എ പ്ലസ് ബി മൈനസ് സിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 5/3 ആണെന്ന് കിട്ടും. ടോട്ടൽ കപ്പാസിറ്റി ഡിവൈഡ് ബൈ 5/3 എന്ന് പറയുന്നതാണ് അത് എടുക്കുന്ന ടൈം. അതെന്ന് പറയുന്നത് 14.4 മിനിറ്റ്സ് എന്ന് കിട്ടും. ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് ക്വസ്റ്റ്യൻ വന്നിട്ട് സിമ്പിൾ ആണ്, പക്ഷെ ഒരു ചെറിയ ഐഡിയ മനസ്സിലാക്കി വെച്ചാൽ ഇത് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. There are 2 inlets and 1 outlet pipe connected to a tank whose radius are 5 cm, 6 and 7 cm respectively. Efficiency of pipe is directly proportional to the square of the diameter and least efficient pipe can fill the tank in 1 hour. If all pipes are open together, then in how many minutes 1/5 part of the tank will be full? ഇവിടെ റേഡിയസ് തന്നിരിക്കുന്നത്, അപ്പം ഞാനൊരു പൈപ്പ് എയും ബിയും ഇൻലെറ്റ് പൈപ്പ്സ് ആൻഡ് പൈപ്പ് സി ഔട്ട്ലെറ്റ് പൈപ്പായിട്ട് എടുക്കുകയാണെങ്കിൽ റേഡിയസ് തന്നിരിക്കുന്നത് 5, 6, 7. പിന്നെ എഫിഷ്യൻസിയുടെ ഒരു ഐഡിയ പറഞ്ഞിരിക്കുന്നത് എഫിഷ്യൻസി ഓഫ് പൈപ്പ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ഇറ്റ്സ് ഡയമീറ്റർ. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതാണ് റേഡിയസ്, അപ്പോൾ ഡയമീറ്റർ എന്ന് പറയുന്നത് 10 ആയിട്ട് വരും. അപ്പോൾ 10ന്റെ സ്ക്വയർ 100. അപ്പോൾ അതാണ് ഇവിടുത്തെ എഫിഷ്യൻസി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാം ഈ റേഡിയസ് എന്ന് പറയുന്നത് d/2, ഡയമീറ്ററിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നല്ലേ. അപ്പം നമ്മൾ ഇതിൻ്റെ ഇരട്ടി എടുത്ത് സ്ക്വയർ എടുത്ത് ഒക്കെ ചെയ്താലും കട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈ എഫിഷ്യൻസിയുടെ റേഷ്യോ എന്ന് പറയുന്നത് ഈ r² റേഷ്യോ തന്നെയായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിവിടെ ഡയറക്റ്റ്ലി ഇതിൻ്റെ നേരെ സ്ക്വയർ എടുത്ത് എഴുതിയാലും മതി. അതായത് ഇവിടെ × 2 ചെയ്ത് 10 എടുത്ത് സ്ക്വയർ എടുത്ത് എഴുതുന്നതും ഈ റേഡിയസിൻ്റെ നേരെ സ്ക്വയർ എടുത്ത് എഴുതുന്നതും കട്ട് ചെയ്യുമ്പോൾ എല്ലാം സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിയോ, കാരണം ഈ റേഡിയസ് എന്ന് പറയുന്നത് d/2 ആണ്. അത് തമ്മിൽ ബന്ധമുണ്ട് അതുകൊണ്ട്. അപ്പം അടുത്തത് ഇവിടെ രണ്ടാമത്തെ ബി എന്ന് പറയുന്ന പൈപ്പിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 36 ആണെന്നും സി എന്ന് പറയുന്ന ഔട്ട്ലെറ്റ് പൈപ്പിൻ്റെ എഫിഷ്യൻസി 49 ആണെന്നും കിട്ടി. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ലീസ്റ്റ് എഫിഷ്യൻസി ഓഫ് പൈപ്പ് ക്യാൻ ഫിൽ ദ ടാങ്ക് ഇൻ 1 hour. 1 hour ഇവിടെ സൊല്യൂഷനിൽ മിനിറ്റ്സിലായതുകൊണ്ട് ഞാൻ ഈ 1 hourനെ 60 മിനിറ്റ് എന്ന് എടുക്കുക. അപ്പം ഇതിൻ്റെ ലീസ്റ്റ് എഫിഷ്യൻസി ഉള്ളത് ഏതാണ്? പൈപ്പ് എ. ഈ എയ്ക്ക് 60 മിനിറ്റ്സിൽ ഫിൽ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ടോട്ടൽ കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക് കണ്ടുപിടിക്കാമല്ലോ. ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 25 × 60 ആണെന്ന് കിട്ടിയില്ലേ. ഇനി ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഇഫ് ഓൾ പൈപ്പ്സ് ആർ ഓപ്പൺ ടുഗദർ, അതായത് എ പ്ലസ് ബി മൈനസ് സി, ഓൾ പൈപ്പ്സ് ആർ ഓപ്പൺ ടുഗദർ, ദെൻ ഹൗ മെനി മിനിറ്റ്സ്, എത്ര ടൈം എടുക്കും 1/5 പാർട്ട് ഓഫ് ദ ടാങ്ക് വിൽ ബി ഫുൾ. ഈ 1/5 ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 25 × 60 ആണ്. ഇതിൻ്റെ 1/5 പാർട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ടൈം എടുക്കും? അതായത് ഈ 1/5 × 25 × 6 ഡിവൈഡഡ് ബൈ ടോട്ടൽ കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക് എത്രയാണ്, ടോട്ടൽ എഫിഷ്യൻസി ഓഫ് ദ ടാങ്ക് എത്രയാണോ അത്. എഫിഷ്യൻസി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ എഫിഷ്യൻസി എ പ്ലസ് ബി എന്ന് പറയുന്നത് എത്ര വരും? എ പ്ലസ് ബി എന്ന് പറയുന്നത് 61 വരും, മൈനസ് 49 വിച്ച് ഇസ് ഈക്വൽ ടു എത്ര വരുന്നത്? 12 എന്ന് വരും ടോട്ടൽ എഫിഷ്യൻസി. ആ 12 ഇവിടെ എഴുതി, വിച്ച് ഇസ് ഈക്വൽ ടു, പിന്നെ നമുക്ക് കട്ട് ചെയ്ത് ഇവിടെ നിന്ന് സിമ്പിളായിട്ട് ചെയ്യാമല്ലോ. ഈ 5ഉം ഈ 60യും തമ്മിൽ 60യും തമ്മിൽ കട്ട് ചെയ്യാം. പിന്നെ ഈ 12ഉം 12 ഇവിടുത്തെ വാല്യൂം ഇതും തമ്മിൽ കട്ട് ചെയ്യാം. അങ്ങനെ കട്ട് ചെയ്ത് വരുമ്പം നമുക്ക് ആൻസർ 25 മിനിറ്റ്സ് എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ. ഇത് ഭയങ്കര സിമ്പിളാണ്. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അല്ലാതെ നിങ്ങൾക്ക് ചെയ്യാം, പക്ഷെ കുറച്ചുകൂടെ സമയം എടുക്കും.